ഹലോ മനവേട്ട, എനിക്ക് എന്നെ കാണാൻ തോന്നടാ. ഞാൻ നിന്റെ വീട്ടിലോട്ട് വരട്ടെ? അയ്യോ ഇപ്പോഴോ? എല്ലാരും ഉണ്ട്. ആരെങ്കിലും കണ്ടാൽ നല്ല പ്രശ്നം. അതെ മനവേട്ട, അമ്മ വന്നു. നാളെ കാണാവേ. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കല്ലേ കേട്ടോ. കൊറേ നേരമായി അതിനകത്ത് കയറി കിടക്കുന്നു. അതിനകത്തോടെ എന്തോന്ന് എടുക്കുന്നില്ല അവിടെ. എനിക്കൊന്ന് പോണെന്ന്. നിങ്ങളുടെ എത്ര പ്രാവശ്യം പറഞ്ഞ തുറക്കടി കഥത്. എനിക്ക് പോണെന്ന്. എന്തോ നേരത്തെ ഇത്രയും നേരം അതിനകത്ത് മാറിയിട്ടുണ്ട്. ഇതെന്താ പെട്ടെന്ന് ഫോൺ കട്ടാക്കിയ? ഞാൻ സംസാരിച്ചു വരായിരുന്നു. അത് അമ്മ വന്നയാ. അമ്മ കണ്ട ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഏട്ടൻ എന്നാ പിന്നെ പ്രശ്നമാ. അതാ എന്നാലേ ഞാൻ ഒരു ഫോൺ മേടിച്ചു തന്നാലാ? നീ രഹസ്യമായിട്ട് ആരും അറിയാതെ സൂക്ഷിച്ചാൽ മതി. അതാകുമ്പോ എനിക്ക് സ്വന്തമായിട്ടൊരു ഫോണും കിട്ടും. ഏട്ടൻ പറഞ്ഞേക്കുന്നതേ കോളേജിൽ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം മാത്രം ഫോൺ വാങ്ങിച്ചാൽ മതി. ഇനി നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ ഞാനില്ലേ? ഇത് ഞാൻ നിനക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് വാങ്ങിയതാ. വേറെ ആർക്കും കൊടുക്കാതെ നീ തന്നെ കഴിക്കണം. അയ്യോ ക്ലാസ്സിൽ പോകാൻ നേരം ഞാൻ പോട്ടെ. അതെങ്ങനെ ശരിയാവും? ഞാൻ നിന്നെ കാണാനല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ ജോലിയും കളഞ്ഞു വന്നത്. എൻട്രൻസ് ക്ലാസ് അല്ലേ, അത് നാളെ ആണേലും പോവാം. വല്ലപ്പോഴേ നിന്നെ ഇങ്ങനെ കാണാൻ കിട്ടത്തുള്ളൂ. ഒരു ദിവസം നിനക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം കറങ്ങാൻ പോവാം. പക്ഷെ ആരെങ്കിലും കണ്ട ഏട്ടൻ്റെ അടുത്ത് പറയും. അവളുടെ ഒരു ഏട്ടൻ ആരും കാണാൻ പോകുന്നില്ല. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? കുറെ നാളെ എൻ്റെ കൂടെ ഈ ബൈക്കിൽ കറങ്ങണമെന്നല്ലേ നീ പറഞ്ഞത്? എന്നാ വാ കേറ്. ഹലോ മനവേട്ട, ആ മിഠായി കൊള്ളാട്ടോ. നല്ല ടേസ്റ്റും മൂടും. ആളെയും കൊണ്ടുവരോ? അമ്മ പറഞ്ഞിട്ട് ഞാൻ വിളിക്കാവേ. ആ ഫോണിൽ തന്നെ എനിക്ക് ഉണ്ണി എന്ന് വിളിക്കണം. ഏട്ടൻ ഇങ്ങോട്ടല്ലേ വരുന്നത്? വരുമ്പോ പറഞ്ഞാൽ മതി. എടി അന്ന് നീ അന്വേഷിക്കണ്ട. എനിക്ക് അത്യാവശ്യം കാര്യം പറയാനുണ്ടെന്ന്. എനിക്ക് ഫോൺ ആവശ്യമുണ്ട്. ഫോണ് വാങ്ങി തരാൻ പറയുമ്പോ വാങ്ങി തന്നിട്ടൊന്നുമില്ലല്ലോ. ഫോൺ കൊടുത്താടി. ഒന്ന് പോതല്ലേ. ഇങ്ങോട്ട് താടി. ഫോൺ ഇവിടെ എന്റെ ഫോൺ എടുത്ത് കയ്യിൽ വെച്ചിട്ട് തരുന്നില്ല. അമ്മയുടെ ഞാൻ പലവട്ടം പറഞ്ഞിട്ട് ഫോൺ കൊടുക്കരുതെന്ന്. ഞാൻ കൊടുത്തതാണോ? ഞാൻ അറിയാതെ എടുക്കുന്നതല്ലേ ഇതൊക്കെ. നിനക്ക് എന്തിനാണ് ഇപ്പൊ ഫോൺ? ആരാ വിളിക്കാനാ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കോളേജിൽ അഡ്മിഷൻ ആയി കഴിഞ്ഞ ശേഷം ഞാൻ ഫോൺ മേടിച്ചു തരാന്ന്. ഇപ്പൊ നീ പഠിത്തത്തിൽ ശ്രദ്ധിച്ചാൽ മതി. ഇതിന്റെ ആവശ്യം എനിക്കില്ല, മനസ്സിലായോ? എനിക്ക് ഫോണും വേണ്ട, ഒന്നും വേണ്ട. ഒരു ഫ്രീഡം ഇല്ലാത്ത വീട്. ഇവിടെ ഇന്ന് ഞാൻ മക്കളെ വേണ്ട. അവൾ എന്തേലും ചെയ്തോണ്ട് പോട്ടു. എന്തോന്നും ചെയ്തോണ്ട് പോട്ടെന്നോ? അമ്മ പെണ്ണ് വളർന്നു വരുന്നവരെ നെഞ്ചിൽ തീയാണ്. അവർക്ക് എന്തെങ്കിലും തട്ടിയിട്ട് പറ്റിയാലേ ഈ നാട്ടുകാരും വീട്ടുകാരും നമ്മളെ പഴിക്കുള്ളൂ. അമ്മ ഇന്നത്തെ കാലമാണ്, നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഒരു കോഴിക്കുഞ്ഞിനെ പോലെ ഞാൻ അവളെ കൊണ്ട് നടക്കുന്നത്. അമ്മയ്ക്കറിയോ, ഇവളുടെ കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ പരാക്രമം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവർക്ക് എൻട്രൻസ് പഠിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കോച്ചിങ്ങിനും കൊണ്ട് ചേർത്തു. ഇതൊന്നും ഇവക്ക് മനസ്സിലാവാത്തെന്താ? മോനെ, പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുത്. അതറിയാം? മടുത്തു മനുവേട്ടാ. ആ വീട്ടിൽ ശരിക്കും ഞാൻ ഒറ്റപ്പെട്ട പോലെ. ഏട്ടൻ പറയുന്നതേ അമ്മ കേക്കൂ. എന്റെ വാക്കിന് ഒരു വിലയുള്ളൂ. നിനക്ക് ഞാനില്ലേ, അത് പോരെ? അതാ എന്റെ ഏക ആശ്വാസം. എവിടെ എന്റെ മിഠായി? പിന്നെ നിനക്കൊരു സർപ്രൈസ് കൂടെ ഉണ്ട്. എന്തുവാ? സ്മാർട്ട് ഫോൺ. ഹായ്, കൊള്ളാലോ. താങ്ക് യു. പക്ഷെ ഞാനിതെങ്ങനെ വീട്ടിൽ കൊണ്ടു? നീ നിന്റെ ബാഗിൽ സൈലന്റ് ആക്കി വെച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ ക്യാഷ് കൊണ്ടുവന്നായിരുന്നു. ആ, അത് ഞാൻ അമ്മയുടെ ബാഗിൽ നിന്ന് അമ്മ അറിയാതെ എടുത്തോ. പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ഇത് നീ തന്നെ വെച്ചോ. അല്ല, അതുകൊണ്ടല്ല. എടാ, ഞാൻ ഈ ഫോൺ വാങ്ങിത്തരാൻ എൻ്റെ മോതിരം വരെ വിറ്റതാ. കാരണം എനിക്ക് മറ്റെന്തിനേക്കാളും നീയാണ് വലുത്. അതെനിക്ക് അറിയാം. നീ എന്താ എത്ര ലേറ്റ് ആയത്? 5 മണി തന്നെ ക്ലാസ് കഴിഞ്ഞില്ലേ? ഇതാടാ ഇവിടെ ഇപ്പോഴത്തെ സമയം. പിന്നെ ബസ്സൊക്കെ കയറി വരണ്ടേ? ബസ്സിലോ? അതിന് നീ ഓട്ടോയിലല്ലേ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ നീ പറഞ്ഞത് ബസ്സിൽ കയറി നിനക്ക് ഛർദ്ദിക്കാൻ വരുന്നല്ലേ. പിന്നെന്താ ഇപ്പൊ ഒരു ബസ് പ്രേമം? ഞാൻ എന്താ കൊച്ചു കുട്ടിയാണോ ഓട്ടോയിൽ ഇപ്പോഴും പോയിട്ട് വരാൻ? എനിക്ക് 18 വയസ്സായി. എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്.
ഈ 18 വയസ്സെന്ന് പറഞ്ഞാലേ എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല. എടാ മാതി രണ്ടുപേരും കൂടെ ഒന്ന് നിർത്ത്. മനുഷ്യർക്ക് ചെവി കേൾക്കണ്ടേ? മോളെ നീ പോയി ഫ്രഷ് ആവും. അമ്മ ചായ എടുത്തോണ്ട്. നീ എന്തിനാടാ അവള് വന്ന് കയറിയോണ്ട് അവിടെ മേക്കിട്ട് കയറണേ? പിന്നെ അവൾ എങ്ങനെ എവിടെ പോകുന്നൊക്കെ ഞാൻ അറിയണ്ടേ? ഞാനോ വല്ലോ ആരെങ്കിലും ഉണ്ടല്ലോ എന്റെ മേക്കിട്ട് കയറി തന്നെ അവള്. അവൾക്ക് ഓരോ സമയത്ത് ഓരോ സ്വഭാവം. അമ്മ ചായ എടുത്തു കൊടുക്കും. അവൾ ഇതുവരെ ഫ്രഷായി വന്നില്ലടാ. ചായ ഇരുന്ന് തണുത്തു പോവല്ലോ. അല്ലാറണ്ട നമ്മൾ വിളിക്കും. എന്താ ഏട്ടാ? നീ എന്താ ചായ കുടിക്കാൻ വരാത്തെ? ഞങ്ങള് നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക ഇവിടെ. ഞാൻ വന്നോളാം, പഠിക്കാൻ ഉണ്ടായിരുന്നു. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, ഇതിനും മാത്രം എന്താ പഠിക്കാനുള്ള? നിന്റെ കോച്ചിങ് ഒക്കെ എങ്ങനെ വന്നു? കുഴപ്പമില്ല ഏട്ടാ, കൊള്ളാം. പാസ്സാവൂ അതോ എന്റെ കാശ് കൊണ്ട് കളയോ? ചായ കുടിക്കാൻ വന്നേ. അമ്മ വിളിക്കുന്നു, വന്ന് ചായ കുടിക്കും എന്നിട്ട് പഠിക്കാം. വാ. ഞാൻ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ടേട്ടാ, ഞാൻ ബസ്സിൽ പൊക്കോളാം. അവൻ നിന്നെ കൊണ്ടാക്കാന്നല്ലേ പറയണേ? പിന്നെ നിനക്ക് കൂടെ പോയാലെന്താ? എനിക്കിത് ഫുഡ് വേണ്ട, ഞാന് പുറത്തുനിന്ന് കഴിച്ചോ. പിന്നെ ഞാൻ എന്തിനാണ് ഈ രാവിലെ കിടന്ന് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നേ? ഹലോ മനുവേട്ടാ. ഹലോ. ഇന്ന് ഏട്ടനുള്ളതുകൊണ്ട് ഒന്ന് നേരെ കാണാൻ പോലും പറ്റിയില്ല. അയാൾ എന്നാ നിന്നെ ഒന്ന് കൊണ്ടുവിട്ടാ? എന്റെ ശബ്ദം കേൾക്കാതെ എനിക്ക് അങ്ങോട്ട് വട്ടായി പോയി. എനിക്കും ആ മിഠായി അതില്ലാണ്ട് ഒരു സുഖവും ഇല്ല. എന്നാ നിനക്ക് മിഠായി കൊണ്ട് ഞാൻ അങ്ങ് വീട്ടിലേക്ക് ഇപ്പം വന്നാലോ? അയ്യോ, ഇപ്പോഴോ? ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല, എല്ലാരും ഉണ്ട്. അപ്പൊ നിനക്ക് ആ മിഠായി വേണ്ടേ? അത് വേണം. ഒരു കാര്യം ചെയ്യാം, എല്ലാരും ഉറങ്ങിയതിന് ശേഷം ഞാൻ വിളിക്കാം. അപ്പൊ മനുവേട്ടൻ വന്നു. ഓക്കെ. പെട്ടെന്ന് വരും. ആദ്യമായിട്ട് എൻ്റെ പൊന്നളിയാ ഇവളുടെ വീട്ടിൽ മയിലാടുന്നു. അവളുടെ ചേട്ടൻ പൊക്കിയില്ലെങ്കിൽ പെട്ടെന്ന് വരാം. ഇതിന് മുമ്പ് നീ ഒരു പെണ്ണിന്റെ വീട്ടിൽ മതിലടി എന്ന ആൾക്കാർ ഓടിയപ്പോൾ നീ ഓടി, അവസാനം അടിമൊത്തം ഞാൻ വാങ്ങിച്ചു. ഇത് അതുപോലെ ആവൂടെ? നമുക്ക് നോക്കാം. നീയും കൂടെ ഉണ്ടല്ല, പാവിങ്ങട്. എന്നാ ചാടേ.
മനുവേട്ടാ ഹായ് നിക്കേ This is a small surprise for you. താങ്ക് യു. എവിടെ മിഠായി? മിഠായിക്ക് തരാം, നീ ഡോർ തുറക്ക്. അയ്യോ എല്ലാവരും ഉണ്ട്, ഇപ്പൊ തുറക്കാൻ പറ്റൂല. താങ്ക് യു. കഴിച്ചു കുറച്ചുകൂടെ സ്പെഷ്യലാണ്. അയ്യോ അപ്പൊ വിളിക്കുന്നു. പോട്ടെ. എന്താ അമ്മേ എന്താ? എടാ ഞാൻ അലമാരയിൽ വെച്ചിരുന്ന പൈസ കാണുന്നില്ല. അതവിടെ അങ്ങനെ കാണും. അമ്മ എവിടെയെങ്കിലും മാറ്റി വെച്ചാണ്, നേരെ നോക്കിയേ. ഇല്ലടാ, എന്താ? ഞാൻ വച്ചിരുന്നിടത്ത് എല്ലാം നോക്കി, കാണുന്നില്ല. മോളെ നീ കണ്ടോടി? ഞാൻ നിങ്ങൾ കാശൊന്നും എടുത്തില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഈ കാശ് എടുത്തു എന്ന് അമ്മ പറഞ്ഞില്ലല്ലോ, കാശ് കണ്ടോ എന്നല്ലേ ചോദിച്ചോളൂ. അതിന്റെ അർത്ഥം കാശ് എടുത്തു എന്ന് തന്നെയാണ്. ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു ഭാരമാണെങ്കിൽ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയേക്കാം. മതിയോ? നാശം. എനിക്ക് എത്ര പ്രാന്ത് പിടിച്ചാ. ഇവിടെ ചില സമയത്ത് പെരുമാറ്റം കാണുമ്പോണ്ടല്ലോ എനിക്ക് പേടിയാ. പല സമയത്ത് പല ഗുണം ആ പെണ്ണിന്. അമ്മ പൈസ നോക്കിയേ, ഞാനിപ്പോ വരാം. മീനു, നിനക്ക് എന്താ പറ്റിയേ? നീ എന്തിനാ അമ്മയോട് ചൂടായത്? പിന്നെ ഏട്ടൻ കേട്ടല്ലേ അമ്മ പറഞ്ഞോക്കെ. നമുക്ക് നാളെ സംസാരിക്കാം. നീ കിടന്നുറങ്ങാൻ നോക്കും. നിന്റെ ഓട്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിന്നെ പൊക്കിയെന്ന്. ഏയ് അവളുടെ അമ്മ ഉറങ്ങില്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ അവരവളെ വിളിച്ചായിരിക്കും. പിന്നെ ഞാൻ ഇങ്ങനെ സ്കൂട്ടായി. ഈ സാധനം കൊടുത്തോ? ആ അത് കൊടുത്തു. ആ ചോക്ലേറ്റ് കൊടുത്തപ്പോൾ അവളുടെ മുഖത്തുള്ള ആവേശം കാണാമായിരുന്നു അറിയാം. ഇപ്പം അവൾ അതിന് അഡിക്റ്റായി. പിന്നെ എന്ത് പറഞ്ഞാലും കേൾക്കും. മാത്രമല്ല എത്ര പൈസ ആണെങ്കിലും അവൾ കൊണ്ടുവരും. അത് മതി. നമ്മുടെ ആവശ്യം തീരുന്നവരെ അവൾ പൊന്മുട്ട ഇടുന്ന ഒരു താറാവാണ്. നീ പാവ കൊടുത്തോ? ആ ഇത് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. കാലം അത് അവളുടെ കയ്യിലിരിക്കുന്നതാണ് സേഫ്. വന്നപ്പോൾ ഏട്ടനും അമ്മ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ കുറേ പറഞ്ഞു. എന്ത് സ്ഥിരം പല്ലവി. ഹലോ ഹലോ ഹലോ. ഫോൺ ഓഫായി. അമ്മയുടെ ഫോൺ എടുക്കാം. എന്നോട് പറഞ്ഞിട്ടുള്ളല്ലേ ഫോൺ എടുക്കരുതെന്ന്. എന്താടി ഇത്? ഇതിനാണോ നീ രാവിലെ എൻട്രൻസ് എന്ന് പറഞ്ഞ് ബാഗ് തൂക്കി പോകുന്നത്? എന്താടാ ഇവിടെ? പറഞ്ഞില്ലേ മോളെ കെട്ടിക്കാൻ പ്രായമായി.
പേടിക്കണ്ട, ചെറുക്കൻ അന്വേഷണം നമ്മളെ കഷ്ടപ്പെടണ്ട. ഓള് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? മനസ്സിലായില്ലേ? ഒട്ടേന്ന് വരിയാത്ത ഇവക്കെ പ്രേമം, അതും കണ്ട അലവലാദികളോട്. എന്താണ് ഞാൻ കേൾക്കുന്നത്? ഇതിനാണ്ടി എന്റെ ഫോൺ എടുത്തോണ്ട് പോകുന്നത് ആണോ? അമ്മയ്ക്ക് വേണം രണ്ട് കിട്ടാൻ. എത്ര വട്ടം ഞാൻ പറഞ്ഞോണ്ട് ഫോൺ കൊടുക്കരുതെന്ന് കേട്ടോ. ഇനി ഈ ഫോൺ അവളുടെ കയ്യിരിക്കുന്നുണ്ടാ, ഞാനിത് എറിഞ്ഞു പൊട്ടിക്കും. ഞാൻ കൊടുക്കുന്നതാണോ നിന്റെ വിചാരം? എടാ എനിക്ക് ഇവളെ വിശ്വാസമായിരുന്നടാ. എന്റെ മോള് തെറ്റൊന്നും ചെയ്യില്ലെന്നുള്ള വിശ്വാസം. നിങ്ങൾ എന്തിനാ ഇത്ര സീനാക്കുന്നത്? ഞാൻ പ്രായപൂർത്തിയായ പെണ്ണാ, എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. ആഹാ, വലിയ മാസ ഡയലോഗ് ഒക്കെ പറയാൻ പഠിച്ചല്ലോ. അവ പഠിപ്പിച്ചൊന്നായിരിക്കും അല്ലേ? എന്താടി ഇത്? ഇതവ തന്നെ അല്ലേ? എന്താടാ ഇത്? അമ്മ ഇത് ഡ്രഗ്സ് ആണ്. നീ ഇത് ഏത് അപകടത്തിലാ ചെന്ന് പെട്ടിരിക്കുന്നത്? ഏതാ അവൻ? പറ. അവന്റെ സുഖം ഞാൻ ഇന്നത്തോടെ തീർത്തു കൊടുക്കാം. നിങ്ങൾ വെറുതെ എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാനൊന്നും നോക്കണ്ട, എനിക്കറിയാം അവനെ. അമ്മ ഇപ്പൊ എന്തായി? ഞാൻ പേടിച്ച പോലെ തന്നെ സംഭവിച്ചില്ലേ? ഇപ്പൊ ഏതോ വലിയ അപകടത്തിലാണ് ചെന്ന് പെട്ടേക്കുന്നത്. നമ്മളിനി എന്ത് ചെയ്യും മോനെ? പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാത്ത പ്രായമാണിത്. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ല.